എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ടവരെ, ചൂട് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അനുദിനം ചൂടങ്ങനെ പെരുകി 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 അത്യുച്ചസ്ഥായിയിൽ സൂര്യൻ നിന്ന് നമ്മളോട് പ്രതികാരം ചെയ്യുന്ന പോലെ ഉദിച്ചുയർന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭക്ഷണത്തിലും ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. നമ്മൾ തണുപ്പ് ശരീരത്തിന് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. അതായത് തൈര്, പിന്നെ വെള്ളച്ചോറ്, ഇതൊക്കെ. ഇന്ന് എൻ്റെ പ്രഭാത ഭക്ഷണം ഇത് കാന്താരിയാണ്. ഇത് വെള്ളച്ചോറ്, അതായത് പഴങ്കഞ്ഞി, തൈര് ഒഴിച്ചിട്ടുണ്ട്, ഇഞ്ചിക്കറി ഒഴിച്ചിട്ടുണ്ട്. ഈ പഴുത്ത മാങ്ങയും കൂടെ അതിലോട്ട് തോലൊഴിച്ചിട്ടങ്ങനെ ഞെരടണം. പച്ചമീൻ, അതിൻ്റെ പേര് ഡാമാവോലി വറുത്തത്. പിന്നെ മീനുകളാണ് തൈര്, ഇഷ്ടംപോലെ തൈരുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് ആവശ്യത്തിന് ശകലം ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ട് അങ്ങോട്ട് കഴിക്കൂ. ഈ വേനൽക്കാലത്ത് എന്തൊരു സുഖമാണെന്നറിയാം. വയറിനും ശരീരത്തിനും മനസ്സിനും കുളിർമയേകുന്ന ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഈ വേനൽക്കാലം അവസാനിക്കുന്നിടം വരെ കഴിക്കൂ. അതുപോലെ തന്നെ രാവിലെ ചെറു ചൂടുള്ള കഞ്ഞി, ചെറുപയർ പുഴുക്ക്, കഞ്ഞി, പുളിശ്ശേരി, ഇതൊക്കെ കൂട്ടി വേണേ ഒരു പപ്പടം, വേണമെന്നില്ല, കഴിക്കുക. അങ്ങനെ നിറയെ പഴങ്ങൾ കഴിക്കുക. രണ്ടു നേരവും നമ്മൾ മേലെ കഴുകുകയും കുളിക്കുകയൊക്കെ ചെയ്യണം. മനസ്സും ശരീരവും ശുദ്ധമാക്കി വയ്ക്കണം. ഈശ്വരവിശ്വാസം അത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രഭാത ഭക്ഷണം പഴങ്കഞ്ഞിയും ഇഞ്ചിക്കറി, തൈരൊക്കെ ഒഴിച്ച് ഉപ്പിട്ടിട്ടുണ്ട്. മീനും തൈര് ഇഷ്ടം പോലുണ്ട്, പഴുത്ത മാങ്ങയും. ഇഷ്ടമായോ ഇന്നത്തെ എൻ്റെ പ്രഭാത ഭക്ഷണം? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രഭാത ഭക്ഷണം പഴങ്കഞ്ഞിയും വിഭവങ്ങളും. താങ്ക് യു.